ആലപ്പുഴ അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണ മേഖലയിലാണ് വലിയൊരു അപകടം സംഭവിച്ചത്. അവിടെ ഗർഡറുകൾ പിക്കപ്പ് വാനിന് മുകളിൽ വീണാണ് ഒരാൾ മരിച്ചത് പിക്കപ്പ് വാൻ ഡ്രൈവർ രാജേഷ് ആണെന്നുള്ള കാര്യം കൂടി സ്ഥിരീകരിക്കുന്നു. ദേശീയപാതയിൽ നിലവിൽ വലിയ ഗതാഗത നിയന്ത്രണമുണ്ട്. സ്വാഭാവികമായും ആ വഴി യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ കൂടി അക്കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. എന്തായാലും കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. നിതിൻ സേവ്യർ ആണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. നിതിൻ, വളരെ ദാരുണമായ ഒരു അപകട വാർത്തയാണ്. നിർമ്മാണം നടക്കുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. വേണ്ടത്ര സുരക്ഷാ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നില്ലേ? എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഇത് തീർച്ചയായും വളരെ ദുഃഖമുണ്ടാക്കുന്ന അല്ലെങ്കിൽ വളരെ സങ്കടമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് രാവിലെ തന്നെ വരുന്നത്. ഇത്തരത്തിൽ ഈ ആലപ്പുഴ അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെ ഗർദർ താഴെ വീണ് ഒരാൾ മരണമടഞ്ഞു എന്ന വാർത്ത അത് തീർച്ചയായും സങ്കടമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. പിക്കപ്പ് വാനിന്റെ ഡ്രൈവറായ രാജേഷ്, പത്തനംതിട്ട സ്വദേശി രാജേഷാണ് മരിച്ചിട്ടുള്ളത്. അരൂർ എരുമല്ലൂർ ഭാഗത്താണ് ഈ സംഭവം ഇന്ന് രാവിലെ 2:30 ഉണ്ടാകുന്നത്. ഈ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഉയരപാതയുടെ ഗർഡറുകളാണ് തകർന്നു വീണത്. ഈ ജാക്കി വെച്ച് ഈ ഗർഡറുകൾ ഇത്തരത്തിൽ താങ്ങി നിർത്തുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ജാക്കിയിൽ നിന്നും തെന്നി മാറിയാണ് ഈ ഗർഡറുകൾ നമുക്കറിയാം വലിയ ഭാരമേറിയ വലിയ വലിപ്പമുള്ള വളരെയധികം ഭാരമുള്ള ഗർഡറുകളാണ് ഇത്തരത്തിൽ ഈ പിക്കപ്പ് വാനിന്റെ മുകളിലേക്ക് മറിഞ്ഞു വീണത്. ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മരിച്ച രാജേഷ് സ്പോട്ട് ഡെഡ് ആയിരുന്നു. സംഭവ സ്ഥലത്ത് തൽക്ഷണം തന്നെ മരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്രയും ഭാരമുള്ള ഈ ഗർഡറുകൾ ഈ പിക്കപ്പ് വാനിന്റെ ഡ്രൈവർ ക്യാബിനിലേക്ക് തന്നെയായിരുന്നു ഇത് വീണ്ടിരുന്നത്. ആ സമയത്ത് തന്നെ അവിടെ വെച്ച് തന്നെ രാജേഷ് മരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. MLA ദലീമ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീമതി ദലീമ, താങ്കൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ടോ? എങ്ങനെയാണ് അപകടം സംഭവിച്ചത്? എന്താണ് അവിടെ എത്തിയപ്പോൾ മനസ്സിലാകുന്നത്? എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ജാക്കി തെന്നി മാറിയെന്നാണ് ഇവര് പറയുന്നത്. അതിനെക്കുറിച്ച് അതിന്റെ എഞ്ചിനീയേഴ്സ് വന്നാലേ കൃത്യമായിട്ട് നമുക്ക് അറിവ് ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇതൊരിക്കലും ഇത്രയും ഈ പാലത്തിന്റെ പൂർത്തീകരണം ഏകദേശം ആകാനായ സമയത്താണല്ലോ ഇതിങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഇതിനു മുന്നേ ഇപ്പൊ ഗട്ടറുകളെല്ലാം കയറുന്ന സമയത്ത് ജനങ്ങളെ കടത്തി വിടാറില്ല, വാഹനവും കടത്തി വിടാറില്ല. ആ സ്ഥലത്തൂടെ എന്തുകൊണ്ട് ഇത് കടന്നു പോകുന്നു എന്നുള്ളത് ശരിക്കും അന്വേഷിക്കുന്നുണ്ട്. അതിന്റെ നടപടി എന്താന്ന് വെച്ചാൽ എടുക്കുന്നുണ്ട്. മിനിസ്റ്റർ തലത്തില് അത് ഇടപെട്ടിട്ടുണ്ട്. ഇത് അതിനുള്ള ഉത്തരം ഇവര് തരേണ്ടതായിട്ട് വരും. നമുക്ക് ഒരു ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഗതാഗത നിയന്ത്രണം ഉണ്ടായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇത് കയറ്റി വച്ചതിന് ശേഷമാണ് വിട്ടതെന്നാണ് ഇവർ പറയുന്നത്. അതിപ്പോ ഒരു ജാക്കി ഒരു സൈഡിലെ തെന്നി മാറി എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഡ്രൈവർ പുറത്തെടുക്കുമ്പോഴേക്കും മരിച്ചിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഞാൻ അതിന്റെ അടുത്തോട്ട് എനിക്ക് എന്നെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഇവർ അവിടെ നിന്നവർ പറഞ്ഞത് ഡ്രൈവർ മരിച്ചിരുന്നു എന്നുള്ളതാണ്. നമുക്ക് വേഗത്തിൽ ഒരു രക്ഷാപ്രവർത്തനവും സാധ്യമായില്ല, പെട്ടെന്ന് നടക്കില്ല. കാരണം ഇത്രയും വലിയ വെയിറ്റ് ഉള്ള ഗർഡർ അല്ലേ കിടക്കുന്നതിന്റെ പുറത്ത്. അതുകൊണ്ട് ഇത്തിരി സമയം എടുത്തിട്ടാണ് എല്ലായിടത്തും മാറ്റിയത്. ഒടിച്ചു മാറ്റിയാലല്ലേ അതിനകത്തൊന്നും ഈ വാഹനം എടുക്കാൻ പറ്റുള്ളൂ. നിലവിലിപ്പോ അവിടെ വലിയ ഗതാഗത നിയന്ത്രണം ഉണ്ടോ? ഇപ്പൊ ഇങ്ങോട്ടൊന്നും കടത്തി വിടുന്നില്ല. ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട്. തുറവൂരിന്ന് പടിഞ്ഞോട്ടും അരുകുറ്റി വഴിയും കടത്തിവിട്ടുണ്ട്. ശരി, നന്ദി ശ്രീമതി ദലീമ ജോജോ. പ്രതികരിച്ചതിന് MLA അവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഒരുപാട് സമയമെടുത്താണ് ആ ഡ്രൈവറെ പുറത്തെടുക്കാൻ കഴിഞ്ഞതെന്നാണ്. സ്വാഭാവികമായിട്ടും അത്രയും വലിയൊരു ഗർഡർ അതിന്റെ മുകളിൽ നിന്ന് മാറ്റണമെങ്കിൽ അതിനുള്ള സമയം എടുത്തിട്ടുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ എങ്ങനെ ഇത് സംഭവിച്ചു? കാരണം അവർ പറയുന്നത് ഇപ്പോൾ തന്നെ എടുത്തുയർത്തുന്നതിനിടയിൽ ജാക്കി തെന്നി മാറിയതായിരിക്കാം. പക്ഷെ അതിനും ഇത്തരം പ്രവർത്തികൾ നടക്കുമ്പോൾ അതുവഴി ഗതാഗതം നിയന്ത്രിക്കുക, കടത്തി വരാതിരിക്കുക എന്നുള്ളതൊക്കെയാണ്. അതവിടെ സംഭവിച്ചിട്ടില്ല കൃത്യമായി തന്നെ എന്നാണ് മനസ്സിലാക്കുന്നത്. പോകുന്ന ലോറിയായിരുന്നു ഈ രാജേഷിന്റേത്. അപ്പോൾ ഇത്രയും അപകടം പിടിച്ചൊരു പണി നടക്കുമ്പോഴും അതിന് താഴെ കൂടെ വാഹനം കടത്തിവിടുന്നു. തീർത്തും ലാഘവത്തോടു കൂടി ആ പണിയെ കണ്ടതിൻ്റെയോ സുരക്ഷാ വീഴ്ചയോ ഒക്കെ അവിടെ ഉണ്ട്. അതിനൊക്കെ ഇനി അധികൃതർ ഈ പണി എടുത്തുകൊണ്ടിരുന്ന അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മറുപടി പറയണം. എന്തായാലും ഇപ്പോൾ വലിയൊരു അപകടം സംഭവിച്ചിരിക്കുന്നു. അതിൽ ഒരാൾക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. നിതിൻ സേവ്യറിലേക്ക് പോവുകയാണ്. നിതിൻ, അത് തന്നെയാണ് അവിടെ ഉയരുന്ന ചോദ്യം. ഇത്രയും അപകടകരം പിടിച്ച ഒരു ജോലി നടക്കുന്ന സമയത്ത് അവിടെ നിർബാധം ഗതാഗതം തുടർന്നിരുന്നു. അങ്ങോട്ട് പോകാനൊക്കെ വാഹനങ്ങൾക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അത്തരം വിവരങ്ങൾ എന്ത് ലഭിക്കുന്നു? ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കാനാണ്. പ്രത്യേകിച്ച് ഇത്രയും
നിർമ്മാണം നടക്കുന്ന ഒരു സമയത്ത് ഗതാഗതം കൃത്യമായി നിയന്ത്രിച്ചിരുന്നു. അല്ലെങ്കിൽ ഈ ജാക്കി തെന്നി മാറുക എന്ന് പറഞ്ഞാൽ അത് വലിയ സുരക്ഷാ വീഴ്ച അല്ലെങ്കിൽ ഗുരുതരമായ വീഴ്ച തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. നിർമ്മാണ കമ്പനിയുടെ ഭാഗത്ത് അത് കൃത്യമായ ഒരു അന്വേഷണത്തിൽ നിന്നും വ്യക്തമാകേണ്ട കാര്യമാണ്. ഇത്രയും വലിയ ഗർഡറുകൾ താങ്ങി നിർത്തുന്ന ജാക്കി അത് തെന്നി മാറുക എന്ന് പറഞ്ഞാൽ അത് ഒരു ചെറിയൊരു കാര്യമല്ല. അത് വളരെ ഗുരുതരമായി തന്നെ പരിഹരിക്കപ്പെടേണ്ട, വളരെ ഗുരുതരമായി തന്നെ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഇത്രയും ഈ ഒരു ഉയരപ്പാത താങ്ങി നിർത്തേണ്ട ഗർഡർ അത് ജാക്കി തെന്നി മാറി. 2 ഗർഡറുകളാണ് ജാക്കി തെന്നി മാറി താഴേക്ക് വീണത് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതിലൊന്നാണ് ഇത്തരത്തിൽ ഈ വാഹനത്തിന്റെ മുകളിലേക്ക് വീഴുന്നത്. അപ്പോൾ കൃത്യമായ ഗതാഗത നിയന്ത്രണം അവിടെ നടത്തിയിരുന്നോ, അല്ലെങ്കിൽ ഈ എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? അതായത് ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഗതാഗത നിയന്ത്രണത്തിനടക്കം വീഴ്ച ഉണ്ടായിട്ടുണ്ടോ അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിഗണിക്കേണ്ടതുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോൾ വലിയ തോതിലുള്ള ഒരു ഗതാഗത നിയന്ത്രണങ്ങളടക്കം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് എറണാകുളത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ അരൂരിന് ശേഷം അരുവിക്കുറ്റിയിൽ നിന്നാണ് അത് വഴിതിരിച്ചു വിടുന്നത്. ചേർത്തല ആലപ്പുഴ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ചേർത്തല എക്സ്റേ ജംഗ്ഷനിൽ നിന്നും വഴിതിരിച്ചു വിടുന്നുണ്ട്. ഇപ്പോൾ ഏതായാലും ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഇവിടെ ജനപ്രതിനിധികളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇത്തരത്തിലൊരു അപകടം, ഈ വാഹനം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. വാഹനത്തിന്റെ ക്യാബിൻ ഭാഗത്തേക്കാണ് ഇത് വീണത്. ഈ വാഹനം പൂർണ്ണമായി തന്നെ തകർന്നിട്ടുണ്ട്. തൽക്ഷണം തന്നെ ഈ മരിച്ച രാജേഷിന്റെ മൃതദേഹം പുറത്തെടുക്കാൻ തന്നെ മണിക്കൂറുകളോളം വേണ്ടി വന്നു. പ്രത്യേകിച്ച് ഈ ഗർഡറുകൾ ഉയർത്തണമെങ്കിൽ 2 ക്രെയിനോളം വേണം. ഈ 2 ക്രെയിൻ അടക്കം ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ ഈ ഗർഡറുകൾ ഇവിടെ ഉയർത്തി മാറ്റി ഈ മൃതദേഹം പുറത്തെടുത്തപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ നിലവിൽ നിർമ്മാണ കമ്പനിയുടെ തൊഴിലാളികളൊക്കെ തന്നെ പ്രവർത്തനങ്ങൾ നടത്തുന്നു. നേരത്തെ ഈ വാഹന ഗതാഗതങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ വാഹനങ്ങൾ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ ഗതാഗത നിയന്ത്രണത്തിനോ, അല്ലെങ്കിൽ ഈ വാഹനം ഇപ്പോൾ അപകടം പറ്റിയ വാഹനമൊക്കെ തന്നെ ഇവിടെ നിന്നും മാറ്റാനും ഒക്കെ തന്നെ ഈ നിർമ്മാണ കമ്പനിയുടെ തൊഴിലാളികൾ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ വാഹനം പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. ഈ വാഹനം ഇപ്പോൾ അവർ ഒരു ഷീറ്റ് ഉപയോഗിച്ച് മറച്ചൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഏതായാലും ഈ ഇത്തരമൊരു അപകടം അത് വലിയ തോതിൽ അന്വേഷണത്തിന് വിധേയമാകേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ജാക്കി തെന്നി മാറി ഗർഡറുകൾ വീഴുക എന്ന്, ഏതായാലും ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. പറയുമ്പോൾ ഒരു വലിയൊരു അപകടം നടക്കുന്ന ഒരു ജീവൻ നഷ്ടപ്പെടുന്നു. അപ്പോൾ അതിൽ ഏതായാലും കൃത്യമായ വലിയ അന്വേഷണമൊക്കെ വേണ്ടി വരുന്ന ഒരു കാര്യമാണ്. 2:30-ക്കാണ് ഈ അപകടം നടക്കുന്നത്. ഈ ലോഡുമായി പത്തനംതിട്ടയിലേക്ക് പോവുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ലോഡുമായി പോവുകയായിരുന്നു രാജേഷ്. പിക്കപ്പ് വാനിലാണ് രാജേഷ് ഈ ലോഡുമായി പൊയ്ക്കൊണ്ടിരുന്നത്. ആ പിക്കപ്പ് വാനിലേക്കാണ് ഈ ഗർഡറുകൾ തകർന്നു വീഴുന്നത്. 2 ഗർഡറുകളാണ് തകർന്നു വീഴുന്നത്. ഇപ്പോൾ ഈ ഗർഡറുകൾ ഇവിടെ നിന്നും ക്രെയിൻ ഉപയോഗിച്ച് മാറ്റി വാഹനം മാറ്റിയിട്ടുണ്ട്. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏകദേശം 3.5 മണിക്കൂറിലധികം ഈ മൃതദേഹം ഇതിൽ നിന്നും വാഹനത്തിനകത്ത് നിന്നും പുറത്തെടുക്കാൻ 3.5 മണിക്കൂറിലധികം വേണ്ടി വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ സമയം, ഈ അപകട സമയം ആവശ്യത്തിന് അവിടെ തൊഴിലാളികൾ ഉണ്ടായിരുന്നില്ല എന്നാണോ മനസ്സിലാക്കുന്നത്? ഇപ്പോൾ സ്വാഭാവികമായും ഒരു ജാക്കി വെച്ചാണ് കയറ്റുന്നതെങ്കിൽ കൂടിയും ഒരു വലിയ റിസ്ക് പിടിച്ചൊരു ജോലിയാണ്. അപ്പോൾ ഒരു അപകടം സംഭവിക്കാനൊക്കെ സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ടുവേണം അത്തരം പ്രവർത്തികളൊക്കെ നടത്താൻ. അപ്പോൾ അതിനാവശ്യമായ ഒരു തൊഴിലാളികളുടെ ഒന്നും സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണോ? അക്കാര്യങ്ങൾ കൃത്യമായ വ്യക്തത വരേണ്ടിയിരിക്കുന്നത്. ഈ നിർമ്മാണ കമ്പനിയുമായി ബന്ധപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ പോലീസുമായി മറ്റു ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു കൃത്യമായ വ്യക്തത വരേണ്ടിയിരിക്കുന്നത്. എത്രത്തോളം തൊഴിലാളികൾ ഇവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ സമയത്ത് വാഹന ഗതാഗതം നിയന്ത്രിച്ചിരുന്നോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടിയിരിക്കുന്നു.